അത് ബ്രേക്കിന്റെ പറ. വണ്ടി ഹോണില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരു വണ്ടി വരുന്ന പ്രതീക്ഷയില്ല, ആന വരുന്ന പ്രതീക്ഷയില്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ കുറച്ച് വെള്ളം കുടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങി. നിങ്ങളായിരിക്കും വെള്ളം അവിടെ നിന്നില്ലേ? ഞങ്ങൾ വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രവീൺ എവിടെ പോകുന്നത്? പ്രവീൺ ഓടി പറയുന്നത് എന്തിനാ അറിയാൻ വയ്യ. ഫുഡൊക്കെ ആയിട്ടാ വന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾ എന്തായാലും അച്ചൻകോവിൽ ഭാഗത്തോട്ട് പോകുന്നുള്ള തീരുമാനത്തിലാണ് വന്നത്. പക്ഷെ വരുന്ന വഴിക്ക് പിന്നെ കടൽ കാണാൻ വന്നു. നമ്മൾ ചിലവ് കുറയ്ക്കണം, മാക്സിമം ചിലവ് കുറയ്ക്കാൻ വന്നു. അതാണ് മെയിനായിട്ട് പിന്നെ ഒരു കാര്യം. ഞങ്ങൾ വെള്ളം കുടിച്ച് ഇവിടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റത്തില്ല. അന്നേരം യാത്ര പിന്നെ തുടങ്ങുവാണ്. ഓക്കെ, പ്രവീൺ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. അടി പ്രവീൺ വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. അടി ഫോൺ അടിച്ചോ വേണമെങ്കിൽ. അടി വണ്ടി ഓടിക്കുന്ന പ്രവീണ് വണ്ടി സ്റ്റാർട്ടാക്കണം. ക്ലച്ചിനായിട്. എന്തോ മാൻ കൈത്. പോട്ടെ. സൂപ്പറായി, നല്ല വെള്ളമല്ലേ? എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം. നമ്മളെ കൊല്ലത്തല്ലാത്ത ഓടുക കൊണ്ട് കേട്ടോ. പിന്നെ കാരണം നമ്മൾ ആ മൺപുറത്ത് പോയപ്പോഴേ ആ വെള്ളത്തിന്റെ കളറുണ്ടോ, എന്ത് ഭംഗിയായിട്ട് അവർ നീറ്റായിട്ട് സൂക്ഷിച്ചേക്കുന്ന ആ സ്ഥലങ്ങളെ. കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. എന്നുവെച്ചാൽ ആ വെള്ളം എല്ലാവരും വീടിന്റെ ഫ്രണ്ടിലോട്ട് പ്രത്യേകം എന്ന് വെച്ചാൽ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കുളം കുഴിച്ചിട്ട് വെച്ചിട്ട് അവര് ആ വീട്ടിൽ വെള്ളിലോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കുളം പോലാണ്. അവർ ആ അത്ര അടുത്ത് നടക്കില്ല. അത് വൃത്തിയായിട്ട് ചെയ്യാനിട്ടുണ്ടെങ്കിൽ ഒരു ഗസ്റ്റ് വരും, ഒരയ്യെന്ന് പറയുന്നില്ലേ, അതാണ്. റോഡിന്റെ ആണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വെച്ചിരിക്കുന്ന കട ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രണ്ട്. എന്നിട്ട് അതിന്റെ ബാക്കിലത്തെ വേസ്റ്റ് മൊത്തം പോകുന്നത് കൊല്ലം തോട്ടിലോട്ട്. വിദേശത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീട്ടിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിനടുത്തും വേസ്റ്റിന്റെ ബോക്സ് ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് വന്ന് അവർ വന്ന് എടുത്തുകൊണ്ട് പോകും. ലക്ഷങ്ങൾ കിടക്കുന്ന കടകളാണ് അവിടെ ഉള്ളത്. അല്ല, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഗ്യാസ് ഉപയോഗിച്ച് കുക്ക് ചെയ്ത് അതിനെത്ര രൂപ ചിലവാണ് എടുക്കുന്നത്? അതിന്റെ ചെലവ് ആനയുണ്ട്, സൂക്ഷിക്കുക. കിടന്നോട്ട് ഇവിടെ നിർത്തണ്ട, ആനപ്പിണ്ടാകെ കിടക്കുന്നു. ഇറങ്ങി വരുന്നേ ആൾക്കാരല്ലേ. നമ്മൾ ശീലിച്ചൊരു കാര്യം മാറ്റയച്ചിരി പാടാ. കാരണം ഞാൻ നേരത്തെ ഒരു വീട്ടിലും പറയാറ്, നമ്മൾ ആ കൊല്ലത്തുള്ള ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അടുത്തുള്ള വേസ്റ്റ് നിർത്തി അവിടെ മൂന്ന് കുത്തി നിൽക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. അതൊക്കെ അവിടെ കൊണ്ടുവന്ന് ഞാൻ സഫാരി എന്നുള്ള ചാനലാണ്, സഫാരി സന്തോഷ് ടൂറിസ്റ്റ് ആ പ്രോഗ്രാം. അതിനകത്ത് ആ മനുഷ്യൻ പറയുന്നുണ്ടല്ലേ, ആ മനുഷ്യൻ പറയുന്നുണ്ടല്ലോ ഓരോരോ കാര്യങ്ങൾ. ഓരോരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ തടാകങ്ങൾ എങ്ങനെ അവർ സംരക്ഷിക്കുന്നു, അതെങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റുന്നത് ഉണ്ടല്ലേ. ഇവിടെ ടൂറിസ്റ്റ് ഇതായിട്ട് ആ KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് മറ്റേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അറിയോ? കോട്ടയം ഹൗസ് ബോട്ടും അല്ല, എല്ലാം അത് ആ മൂക്കും പൊട്ടിയിട്ട് അതിനകത്ത് കയറാൻ വരുന്നുള്ളൂ. അപ്പൊ ഇന്ന് കയറുന്നിടത്ത് നാളെ അത് ആർക്കെങ്കിലും പ്രിഫർ ചെയ്യുമോ? അതുമല്ല, അവിടെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഹൗസ് ബോട്ടിനകത്ത്
സഞ്ചാരികളൊക്കെ ആണല്ലേ, അവര് ഫുഡ് സെർവ് ചെയ്യാൻ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ വരുമാനം വേണ്ടി അവര് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല. അവിടെ വണ്ടി കിടക്കുന്നുണ്ടോ? പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലേ, സാധാരണ എൻ്റെ ഫോണിനകത്ത് ഒരു 1.5 മണിക്കൂറോളം വീഡിയോ എടുത്ത് വെച്ചാൽ ചാർജ് ഫുള്ള് തീർന്ന് ഫോൺ നല്ല ഹീറ്റായി ഓഫ് ആവുമായിരുന്നു. പക്ഷേ എൻ്റെ ഫോൺ ഇപ്പം നോക്കിയപ്പോൾ 66% ഇപ്പോഴും ചാർജുണ്ട്. കാരണം ഇവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ കേട്ടോ, കാരണം അന്തരീക്ഷം നല്ല തണുപ്പായതുകൊണ്ട് ഫോൺ ചൂടാവുന്നില്ല, ഹീറ്റാവുന്നില്ല, അതുകൊണ്ട് നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, പറ. തണുപ്പുണ്ടോ? ഇങ്ങോട്ട് നോക്കി പറ. ഞാൻ ഇവിടുത്തെ കാഴ്ച കണ്ടിട്ടില്ല. കാഴ്ച നോക്കിയാൽ താഴത്ത് ഇത്രയും നേരം ഞാൻ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ആദ്യമായിട്ടാണ്. അത് എൻ്റെ കൂടെ കൂട്ടുകൂടിയുണ്ട്, അങ്ങനെ ഗുണം ഉണ്ടായില്ലേ? അല്ല, ഇത് കുറഞ്ഞുള്ള ദൂരം പോയിട്ടുണ്ടല്ലോ. ഇത് കുറഞ്ഞുള്ള ദൂരം ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട്, ഇത്രയും കൂടുതൽ ദൂരം ആദ്യം. കാരണം ഒരു ജീപ്പ് കിടക്കണോ താഴെ? തുണി കണക്കാൻ പറ്റുന്ന ആൾക്കാർ അവിടെ തുണി കണക്കാൻ പറ്റുന്ന ആൾക്കാർ ആടാ ഇത് വന്നടാ. നമ്മളങ്ങനെ കര കാണാൻ തുടങ്ങി കേട്ടോ. കരയെന്ന് ഉദ്ദേശിച്ച നമ്മള് കടലിൽ പോയി കഴിഞ്ഞാലേ കര കാണാൻ ആഗ്രഹിക്കത്തില്ല. കാരണം കാട്ടിൽ പോയാലും ജനസാന്ദ്രത ഉള്ള സ്ഥലം കാണാൻ ആഗ്രഹിക്കത്തില്ല. വഴി പറയാടാ, വഴി പറയാടാ. നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം, നമുക്ക് പോകാനുള്ള വഴികൾ. തിരുവണ്ടി ഓ ഗിയർ മാറും മാൻ. ഫസ്റ്റ് എന്നെ കൊണ്ട് സ്റ്റാർട്ടാക്കാനൊന്നും വരത്തില്ല. അത് തന്നെ. ഇവിടെ അച്ഛൻ പോലെ പോകുന്നില്ല. അല്ല, ഇവിടെ വീടുണ്ട്. അത് ബ്രേക്കിന്റെ പറയേ. വണ്ടി ഹോണില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരു സംഭവം നടന്നു കേട്ടോ. സംഭവം പറഞ്ഞാൽ ഒരു 2 ഓട്ടോ, ഒരു ഓട്ടോ ആയിട്ട് ഒരു വന്ന ടീമോടെ വണ്ടി ഒതുക്കി വെച്ചേക്കും, ഓട്ടോ ഒതുക്കിയിട്ടേക്കും. കാരണം ഞങ്ങളെ വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു സൗണ്ടാണ്. ഒരു വലിയ ലൈലൻഡ് ലോറി വരുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ഉണ്ടല്ലേ, ആ ഒരു സൗണ്ടാണ്. അതുകൊണ്ട് അവര് വണ്ടി ഒതുക്കി വെച്ചേക്കുക. അവര് വണ്ടി വരുന്നത് കാത്തിരിക്കുകയാണ്. ഇതുവരെ വണ്ടി വരുന്നില്ലടാ. അടിപൊളി. അയ്യോ, ഞാനും പോട്ടനാ പറയുന്നത്. ഒരു വണ്ടി വരുന്ന പ്രതീക്ഷയില്ല, ആന വരുന്ന പ്രതീക്ഷയില്ല കേട്ടോ. ഇവിടെ അമ്പലമുണ്ട് കേട്ടോ. മണ്ണിൽ കൂടെ ആൾക്കാർ ഇറങ്ങി വിളിച്ചിട്ടൊക്കെ പോയിരുന്നു. എടാ കേൾക്കണം, വേണം വെറുതെ റിസ്ക് ഷോട്ട് ഇല്ല. സിനിമ കണ്ടായിരുന്നോ? ടോവിനോ തോമസിന്റെ ഒരു പടം ഇല്ല, ബുള്ളറ്റിനകത്ത് സാഹിബിനെ കൊണ്ടുപോകണേ. പോയി തിരിച്ചറിയാതെ ഡ്രസ്സും വണ്ടിയും കാണത്തില്ല. വണ്ടിയുണ്ട്, ഡ്രസ്സും വേണമെന്ന് നടക്കും. അതാണ് നമ്മളെ അവസ്ഥ. ഇത് കേരളമാണ്. ഏത് കേരളമാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് എവിടുന്നോ വന്ന ഒരു ലോറി, 10-12 വീലുള്ള ലോറി, അതിന്റെ ബാക്കിൽ നിന്ന് 2 സെറ്റ് ടയർ ഉരിക്കൊണ്ട് അയാൾക്ക് 60,000 രൂപ നഷ്ടം. ബാക്കിൽ 2 സെറ്റ് വീല് ഊരിക്കൊണ്ടുപോയി. ഇവിടെ അവര് ലോങ് രാത്രി മൊത്തം ഓടുകയല്ലേ. അങ്ങനെ ഇവിടെ വന്ന് ഒതുക്കിയിട്ടൊന്ന് കിടന്നാ അവര്. നേരം എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 4 ടയർ കാണാനില്ല. പുതിയ ടയറിന്റെ വില കൊണ്ട് 40,000 വിലയൊക്കെ ഉണ്ട്. 4 സെറ്റ് ടയർ ഇരിക്കുന്നത് എന്താ ചെയ്യുക? അതാണ് പിന്നെ വണ്ടിയുടെ എണ്ണ റോഡ് കൊള്ളാം. റോഡ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. തീർന്ന്
ആശ്വാസമായിരുന്നു. എന്നിട്ട് റോഡ് പിന്നെയും മോശമായി. ഒത്തുകിനാവും. ഡീസൽ ടാങ്കിന് ഡീസൽ കുറ്റിക്കൊണ്ടുപോകും രാത്രി സമയങ്ങളിൽ. അങ്ങനെ ഒരുപാട് കംപ്ലൈന്റ് വന്നായിരുന്നു. ടയർ ഉരുക്കൊണ്ടുവന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. 4 സെറ്റ് ടയർ ഉരുക്കൊണ്ടുവന്നു. ഏച്ചൊക്കെ ഒരുപാടല്ല, ഇവിടെ കാണാം. സഞ്ചാരികളുടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കാം. വീഡിയോ ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ അച്ചൻകോൽ ആറിൻ്റെ ഇച്ചിരി വിശാലമായിട്ടൊരു ഒഴുകുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ടോ അച്ചൻകോൽ ആറ് ഒരുപാട് പാറക്കെട്ടാണ്. പാറക്കെട്ടിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നു. നല്ല രസമാണ് കാണാൻ കേട്ടോ. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തൊരു ഭാഗത്തായിട്ട് ഞാൻ കാണിക്കുന്നത്. കാരണം ഇത്രയും തന്നെ ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ വന്ന ഈ വഴി കണ്ടില്ലേ, വളരെ മോശമായ റോഡാണെന്ന് പറയാൻ പറ്റുന്ന നല്ല റോഡാണ്. കാട്ടിനുള്ളിൽ കൂടെയുള്ള യാത്രയാണ്. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി നമ്മൾ ആറ്റിലോട്ട് പോകുന്ന കാഴ്ച അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. തൊണ്ടവേദന എടുക്കുന്നുണ്ട് കുറേ നേരം കൊണ്ട് സംസാരിച്ചുകൊണ്ടേ. എന്നാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ അമർത്താൻ മുട്ടും മറക്കണ്ട. അന്നേരം ഇതിൻ്റെ ബാക്കി കാഴ്ചകളുണ്ട്. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. വന്നേടാ നോക്കടാ, ലെഫ്റ്റ് അടിയടാ. നല്ല ഒഴുക്കുണ്ട് ഇപ്പൊ. ഒഴുക്ക് കൂടി. ഒഴുക്ക് കൂടി.